ഹോസ്റ്റൽ മുറികളിൽ CCTV സ്ഥാപിക്കുന്ന കപട സന്യാസി. 17 പെൺകുട്ടികളോട് ലൈംഗികാതിക്രമം. സന്യാസി സമൂഹത്തിന് അപമാനമായി സ്വാമി ചൈതന്യാനന്ദ സ്വാമി. ഭാരതത്തിന് തനതായ ഒരു സംസ്കാരമുണ്ട്. സമാധാനപ്രിയരാണ് ഭാരതീയർ. നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്നു. സമൂഹത്തിന് നന്മ ചെയ്യാനും മറ്റൊരാളിന്റെ ദുഃഖത്തിൽ അവനെ കൈപിടിച്ചുയർത്തുവാനും എക്കാലവും ശ്രമിക്കുന്നവർ. രാഷ്ട്രീയപരമായും മതപരമായും സംഘടനാപരമായും ജനനന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർ അനേകം. ചിലർ രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനു വേണ്ടുന്ന നിയമപരിരക്ഷയിലൂടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നു. ചിലർ സാമൂഹിക സംഘടനകൾ രൂപീകരിച്ച് തെറ്റിൽ നിന്നും ശരിയിലേക്ക് ജനങ്ങളെ മാറ്റിയെടുക്കുവാൻ കൂടെ നിൽക്കുന്നു. അതിലുമുപരി കുടുംബ ജീവിതം തന്നെ തിരസ്കരിച്ച് മനുഷ്യകുലത്തിന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേർന്ന് അവരെ കൂടെ നിർത്തി ദൈവീക പരിവേഷത്തിലൂടെ ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നു. ഭാരതത്തിന്റെ പൈതൃകത്തിൽ തന്നെയുണ്ട് തകർച്ച നേരിട്ടവനെ കൈപിടിച്ചുയർത്തി സമാധാന ജീവിതം നൽകാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചവർ. സന്യാസിവര്യന്മാർ അവരുടെ ചിന്തകളിലും പ്രവർത്തികളിലും ലോക സമാധാനവും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന നാളുകൾക്കായുള്ള പ്രവർത്തനങ്ങളുമാണ്. തൻ്റെ ജീവിത കാലയളവിൽ കുടുംബജീവിതവും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള സന്തോഷകരമായ നാളുകളെയും കളഞ്ഞാണ് സന്യാസ ജീവിതത്തിലൂടെ ജനങ്ങളെ സേവിക്കുന്നത്. ഭാരത സംസ്കാരത്തിലൂടെ ലക്ഷക്കണക്കിന് പാവങ്ങളെ സഹായിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ അനവധി സന്യാസി ശ്രേഷ്ഠർ തന്നെ നമുക്കുണ്ട്. അവർക്കിടയിൽ അപമാനമായി മാറിയിരിക്കുകയാണ് സ്വാമി ചൈതന്യാനന്ദ സരസ്വതി. സന്യാസ ജീവിതം പണത്തിനും പ്രശസ്തിക്കും കൂടെ ലൈംഗികാതിക്രമത്തിനുമായി ഉപയോഗിച്ചു വരികയായിരുന്നു സ്വാമി. 17 പെൺകുട്ടികളാണ് ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് ഡയറക്ടറായ സ്വാമിക്കെതിരെ മൊഴി നൽകിയത്. ആശ്രമത്തിലെ PG ഡിപ്ലോമ വിദ്യാർത്ഥികളാണ് പരാതി നൽകിയിരിക്കുന്നത്. സ്ഥാപനത്തിലെ ചില ജീവനക്കാർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 4-നാണ് വസന്ത് കുഞ്ച് പോലീസിൽ ഇത്തരമൊരു പരാതി എത്തുന്നത്. ഭരണസമിതിയിലെ ഒരാൾ തന്നെയാണ് പോലീസിൽ സ്വാമിക്കെതിരെ പരാതി നൽകിയതെന്നതും വിചിത്രമായി നിൽക്കുന്നു. തുടർന്ന് കാര്യങ്ങൾ വ്യക്തമായ പോലീസ് 32 വിദ്യാർത്ഥികൾ മൊഴിയെടുക്കുകയുണ്ടായി. അതിൽ 17 പേരാണ് ഡയറക്ടറായ സ്വാമിക്കെതിരെ പരാതിപ്പെട്ടത്. വാട്സാപ്പിൽ അശ്ലീല സന്ദേശം അയക്കുന്നത് സ്വാമിക്കൊരു വിനോദമാണ്. കൂടാതെ ശരീരത്തിൽ മോശമായി സ്പർശിക്കുന്നു. മൊഴികളുടെ നീളം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വാമിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെയുള്ളത് ഗുരുതരമായ മൊഴിയാണ്. സ്വാമി ചൈതന്യാനന്ദ സരസ്വതി ആവശ്യപ്പെടുന്നത് പോലെ നിന്നു കൊടുക്കണമെന്നാണ് ജീവനക്കാരുടെ സമ്മർദ്ദം. 3 വനിതാ ജീവനക്കാരും അഡ്മിനിസ്ട്രേറ്ററും സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പെൺകുട്ടികളുടെ മൊഴി. ഒഡീഷ സ്വദേശിയാണ് നമ്മുടെ ഈ കപട സ്വാമി. 2009-ലും 2016-ലും ലൈംഗികാതിക്രമ പരാതികൾ വന്നിരുന്നതാണ്. സ്വാമി പാർത്ഥസാരഥി എന്ന പേരിലും സ്വാമി അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ലൈംഗികാതിക്രമ കേസിൽ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. പരാതികൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടുവെന്ന് മനസ്സിലാക്കിയ സ്വാമി ആശ്രമത്തിൽ നിന്നും മുങ്ങിയിരുന്നു. പോലീസ് നടത്തിയ ഊർജിത പരിശോധനയിലാണ് സ്വാമി പിടിയിലായത്. ദില്ലി പാട്യാല ഹൗസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും സ്വാമിക്ക് വിനയായി. മുങ്ങിയ സ്വാമിയെ 50 ദിവസത്തിന് ശേഷം ആഗ്രയിലെ ഒരു ഹോട്ടലിൽ വെച്ച് പോലീസ് പിടികൂടി. തന്റെ സ്വാധീനം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ചൈതന്യാനന്ദ ഇപ്പോൾ വന്ന ആരോപണങ്ങളിലും കേസുകളിലും തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ലൈംഗികാതിക്രമത്തിന് പുറമെ വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ സ്വാമിക്കെതിരെ മറ്റു കേസുകൾ നിലനിൽക്കുന്നതിനാൽ ജാമ്യാപേക്ഷയെ പോലീസ് എതിർത്തിരുന്നു. നിരന്തരമായി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്വാമിക്ക് ജാമ്യം നിഷേധിക്കാൻ ഇതെല്ലാം കാരണമായി. പാർത്ഥസാരഥി എന്ന ചൈതന്യാനന്ദയുടെ ഫോൺ പരിശോധിച്ച പോലീസിന്
കൂടുതൽ തലവേദനയാകുന്ന കേസായി സ്വാമിയുടെ കേസ്. ഒട്ടേറെ വിമാന കമ്പനികളുടെ വനിതാ എയർ ഹോസ്റ്റസുമാർ അടക്കമുള്ള വനിതാ ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കൊപ്പമുള്ള നിരവധി ഫോട്ടോകൾ തന്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നും സ്ത്രീകളുടെ പ്രൊഫൈൽ ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും കൈവശമുണ്ട്. സ്ത്രീകളെ വശീകരിക്കാനുള്ള വാഗ്ദാനങ്ങൾ നൽകിയാണ് ആദ്യം ഇരയെ സമീപിക്കുക. ഇത്തരത്തിൽ അനവധി സ്ത്രീകൾക്ക് വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള ചാറ്റുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ആർഭാടമായി കറങ്ങി നടന്ന ആൾ ദൈവത്തിനെതിരെ മുഴുവൻ തെളിവുകളും ശേഖരിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇയാളുടെ വലങ്കൈയായ 2 സ്ത്രീകളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. യുണൈറ്റഡ് നേഷൻസ് ബ്രിക്സ് അംബാസഡർ എന്ന് രേഖപ്പെടുത്തിയ 2 വ്യാജ വിസിറ്റിംഗ് കാർഡുകളും ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ചൈതന്യാനന്ദ സരസ്വതി ചോദ്യം ചെയ്യലുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്ന് പോലീസ് അറിയിച്ചു. സ്വാമിയുടെ സഹായികളായ 2 സ്ത്രീകളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ലെന്നാണ് വിവരം. എങ്കിലും കപട സ്വാമിക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചതിനാൽ അതെല്ലാം പ്രധാന തെളിവുകളായി കോടതിയിൽ എത്തിക്കാനാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. ഒരു നല്ല സന്യാസിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തു തീർക്കാനുള്ളത് നിരവധി കാര്യങ്ങളാണ്. ലോക നന്മയ്ക്കാൻ നിലകൊള്ളാനാണ് സന്യാസ ജീവിതം സ്വീകരിക്കുന്നത്. തന്റെ സംസ്കാരത്തിലൂടെ താഴെത്തട്ടിലുള്ളവരെ കൈപിടിച്ചുയർത്തുക എന്നതാണ് മഹത്തരം. അല്ലാതെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സന്യാസി സമൂഹത്തിന് തന്നെ അപമാനം വരുത്തി വെക്കുന്ന ഇത്തരം കപട ആൾ ദൈവത്തിനെ നിയമത്തിന്റെ കൈകളിലെത്തിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കാവട്ടെ. ലോക നന്മയ്ക്കായി നിലകൊള്ളുന്ന സന്യാസി സമൂഹം നന്മയുടെ വെളിച്ചമായി തുടരട്ടെ. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.